കളർഫുൾ പിക്ചർ പോലെയാണ് ഈ ഒരു ഫിഷിനെ കാണാൻ. തൊട്ടടുത്ത് കൂടെ പോയി ആ മീനിനെ കണ്ടോ? മീനല്ല, അതൊരു കുട്ടി ഷാർക്കാണ് കേട്ടോ. വലിപ്പമുള്ള ഒരു പാരറ്റ് ഫിഷ് ആയിരുന്നു. അത് വന്നിട്ട് ഈ ഷെല്ല് ഈ കോറൽസ് വന്നിങ്ങനെ കടിച്ചു തിന്നുന്ന കുത്തുകളൊക്കെ ഉള്ള ബോക്സ് പോലെ ഇരിക്കുന്ന ഈ മീനാണ് ബോക്സ് ഫിഷ്. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ണിലേക്കൊക്കെ ഉപ്പുവെള്ളം കയറും. തൊട്ടടുത്ത് കൂടെ ഒരു വലിയ ഷാർക്ക് കടന്നു പോയത്. നമ്മൾ സാധാരണ തീരത്ത് കാണുന്ന പോലത്തെ ഒരു കുഞ്ഞ് വെള്ള ഷാർക്കല്ലായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര വലുപ്പമുള്ള ഷാർക്ക്, ഒരു അരയാൾ വലുപ്പമുള്ള ഒരു ഷാർക്ക്. ഒരു കുഞ്ഞ് ഒക്ടോപ്പസ് ആണ്. ഞങ്ങളുടെ വെട്ടം കണ്ടപ്പോഴത്തേക്ക് അത് തിരിച്ച് ഞൊഴഞ്ഞ കല്ലുകളുടെ ഇടയ്ക്കേക്ക് തന്നെ കയറി പോകുന്നതാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് മാൽദീവ്സിലെ സ്നോർക്ലിംഗ് എന്ന മനോഹരമായ ഒരു എക്സ്പീരിയൻസിലേക്കാണ്. മാൽദീവ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാട്ടർ ആക്ടിവിറ്റിയാണ് സ്നോർക്ലിംഗ്. ഇഷ്ടം പോലെ മീനുകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സ്നോർക്ലിംഗിന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ എക്യുപ്മെന്റ്സ്. ആക്ച്വലി ഒരു ഐവെയർ ഉണ്ട്. ഐവെയറിൽ നമ്മുടെ കണ്ണും മൂക്കും കവർ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ വായുടെ അങ്ങോട്ട് വായിൽ നിന്നാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പം ആ ട്യൂബ് നമ്മുടെ വായിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ ഭാഗം വെള്ളത്തിൽ പൊങ്ങിക്കണം. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഓക്സിജൻ വായിൽ കൂടെ ശ്വസിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ ഫുൾ സെറ്റപ്പായിട്ട് നമ്മൾ അണ്ടർ വാട്ടർ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഇറങ്ങിയേക്കുന്ന ഈ ഒരു ഏരിയ ലഗൂൺ ഏരിയ ആണ്. അതായത് ഡീപ്പ് സീന്ന് അത്യാവശ്യം മാറിയിട്ട് ഡെപ്ത് ഇല്ലാത്ത ഒരു ഏരിയ ആണ് ഈ ലഗൂൺ ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിലം ഭാഗത്തൊക്കെ നല്ല പോലെ കോറൽസ്, പല കളറിലുള്ള കോറൽസും കളർഫുൾ ആയിട്ടുള്ള മീനുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു വിസ്മയ ലോകമാണ് നമുക്ക് ഈ ലഗൂൺ ഏരിയയിൽ കാണാൻ പറ്റുന്നത്. ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു പാരറ്റ് ഫിഷ് ഒക്കെ തന്നെ ഇങ്ങനെ കോറൽസ് കടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതിലും വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള ഇങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പല കളർഫുൾ മീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ലഗൂൺ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ തൊട്ട് ഒത്തിരി പ്രായമുള്ളവർക്കൊക്കെ വരെ സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന, ഒട്ടും തന്നെ പേടിക്കേണ്ടതായ ഡെപ്ത് ഇല്ലാത്ത ഒരു വാട്ടർ ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഡീപ് സീയിലേക്കൊക്കെ ഇവിടുന്ന് ഈ ഒരു ലഗൂൺ ഏരിയ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഒക്കെ മാറിയിട്ടാണ് കൂടുതലും കാണാറുള്ളത്. അപ്പം അത്രയും സേഫാണ്. നമുക്കിപ്പം ഒരു ലൈഫ് ജാക്കറ്റും കൂടെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% സേഫായിട്ട് നമുക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ആ സ്നോർക്ലിംഗ് ഗിയറും കൂടെ ഇട്ടിട്ട് വാട്ടറിലെ കാഴ്ചകളൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മളൊരു സീ കുക്കുംബറിനെ കാണുന്നുണ്ട്, പിന്നെ ഒരു ബ്രൗൺ ഫിഷിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിലൊക്കെ നമ്മളിങ്ങനെ ഓരോ മീനുകളെ പറ്റിയിട്ട് അതിൻ്റെ പേരൊക്കെ ആയിട്ട് ഞങ്ങൾ പറയാം കേട്ടോ. നല്ല രസമാണ്. നമ്മൾ വേറെ തന്നെ ഒരു ലോകത്തെത്തുന്ന ഒരു ഫീലാണ് നമ്മൾ ഈ വെള്ളത്തിനടിയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ. അത് നമ്മുടെ കരയിലുള്ള പോലെ തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോകം ഈ കടലിന് ഉള്ളിൽ നമ്മുടെ തട്ടിൽ, സീയുടെ താഴെ ഫ്ലോറിൽ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വെച്ചാൽ വലിയൊരു അതിശയകരമായ ഒരു കാര്യം തന്നെയല്ലേ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോരോ മീനുകളെ നല്ല ഭംഗിയായിട്ട് സൂം ചെയ്ത് കാണാം. ഞാനിപ്പോൾ പറഞ്ഞു ഒരു 1.5 കിലോമീറ്ററോളം നമുക്കൊരു ലഗൂൺ ഏരിയ കിട്ടുമെന്ന്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ വേരി ചെയ്തിരിക്കും കേട്ടോ. ചില സമയത്ത് ഒരു 50 മീറ്ററോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീപ് സീ ആയിരിക്കും. ചിലയിടത്ത് ഒരു 200 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീപ് സീ ആയിരിക്കും. നമ്മളിപ്പം ഒരു മാൽദീവ്സ് ഒരു ഐലൻഡ് ഒരു ഡ്രോൺ ഷോട്ടിലൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന വെള്ളത്തിൻ്റെ ഷെയ്ഡ് തന്നെ പല ഷെയ്ഡ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡീപ്പ് ആയിട്ടുള്ള സീ ഏരിയസിൽ ഭയങ്കര ഡാർക്ക് ബ്ലൂ ഷെയ്ഡായിരിക്കും. പിന്നെ ഈ തീരം ഭാഗത്ത്, അതായത് ആ ലഗൂൺ ഏരിയ ഒക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് അണ്ടർ വാട്ടർ കാഴ്ചകൾ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ഏരിയ ആയിരിക്കും അങ്ങനെ കാണുക ആ ലഗൂൺ ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പം 50 മീറ്റർ തൊട്ട് ഏകദേശം ചില സ്ഥലങ്ങളിൽ 1 കിലോമീറ്ററോളം വരെയും ലഗൂൺ ഏരിയ പോകാം. അതുകൊണ്ട് നമുക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സൂക്ഷിച്ച്
നമുക്ക് വാട്ടറിന്റെ ആ ഒരു ഷെയ്ഡ് കളർ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ ആഴം, നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ലാത്ത ഒരു ഏരിയ ആണ് ഇനി വരുന്നത്, നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ലഗൂൺ ഏരിയ. ഒരു പെയ്ഡ് ആക്ട്രസ് പോലെ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ വട്ടം ചുറ്റി നടക്കുന്ന ഈ ഒരു ഭംഗിയുള്ള മീനാണ് പിക്കാസോ ട്രിഗർ ഫിഷ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രശസ്ത കലാകാരൻ പിക്കാസോയുടെ ചിത്രങ്ങളൊക്കെ പോലെ വളരെ എന്താ വർണ്ണശബളമായ ഒരു കളർഫുൾ പിക്ചർ പോലെയാണ് ഈ ഒരു ഫിഷിനെ കാണാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ ദേഹത്തു കൂടെയുള്ള ആ ക്രോസ് നീല വരയും മഞ്ഞ ഇടയ്ക്കിടയ്ക്കെല്ലാം ദേഹത്ത് കാണപ്പെടുന്ന ആ മഞ്ഞ സ്പോട്ടുകളും പിന്നെ പച്ച ഓറഞ്ച് ഷെയ്ഡിലൊക്കെ വരുന്ന വരകളൊക്കെ കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആണ് കേട്ടോ ഈ ഒരു മീനിനെ നമ്മൾ കാണാൻ നേരത്ത്. അതിങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു. ഇത് കൂടുതലും മാൽദീവ്സിന്റെ കോറൽ റീഫിലൊക്കെ കാണപ്പെടുന്ന ഒരു ഫിഷാണ്. കോറൽ റീഫ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, കോറൽ റീഫ് എന്നത് കടലിന്റെ മഴവിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ അണ്ടർ വാട്ടറിൽ വലിയ പാറകളായിട്ടോ അല്ലെങ്കിൽ ചെടികൾ ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ കോറൽസ് ലിവിങ് ക്രീച്ചേഴ്സ് ആണ്. ഒരു നമ്മുടെ ഈ അണ്ടർ വാട്ടറിലെ ഏകദേശം ഒരു ഭൂരിഭാഗം എക്കോസിസ്റ്റം, ഡൈവേഴ്സ് എക്കോസിസ്റ്റം ഫോം ചെയ്യുന്ന ഒരു വലിയ റോള് വഹിക്കുന്ന ആൾക്കാരാണ് കോറൽ റീഫ്. അപ്പോൾ കോറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ടൈനി പോളിപ്പ് എന്ന് പറയുന്ന ടൈനി മൈക്രോ ആനിമൽസ്, ചെറിയ ടൈനി ആനിമൽസിൻ്റെ ഒരു കൂട്ടമാണ്. അവർ ഒരു സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ചെറിയ ജെല്ലി ഫിഷ് ഒക്കെ പോലത്തെ സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ആനിമൽസ് അത്. അപ്പോൾ ഈ പോളിപ്സ് നമ്മുടെ അണ്ടർ വാട്ടറിലുള്ള ഹാർഡ് സർഫസിൽ പോയി ഇരുന്നിട്ട് അത് അതിൻ്റെ മുകളിലൊരു പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ട് ഒരു കാൽസ്യം കാർബണേറ്റിൻ്റെ ലെയർ ഫോം ചെയ്യും. ഒരു ലൈം അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു ഷെല്ല് അതങ്ങ് ഫോം ചെയ്യും, സ്കെൽറ്റൻ. അപ്പോൾ ഈ കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്കും ഈ പോളിപ്പ് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഡെഡായി അവസാനം അതിൻ്റെ ബാക്കി വരുന്നത് ആ ഒരു കട്ടിയായിട്ടുള്ള ഹാർഡ് സ്കെലറ്റൻ, അതിൻ്റെ കാൽസ്യം കാർബണേറ്റ് സ്കെലറ്റൻ മാത്രമായിട്ട് അവസാനം അതങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അടുത്ത ജനറേഷൻ, അതിൻ്റെ ടോപ്പിൽ അടുത്ത ജനറേഷൻ ഓഫ് പോളിപ്പ് താമസിക്കും. അത് വീണ്ടും കാൽസ്യം കാർബണേറ്റ് സെക്രീറ്റ് ചെയ്യും. അത് ഡെഡായി കഴിയുമ്പോഴത്തേക്കും അത് ആ കാൽസ്യം കാർബണേറ്റിൻ്റെ ഹാർഡ് ഷെൽ അവിടെ ലീവ് ചെയ്തിട്ട് അടുത്ത സെറ്റ് ആൾക്കാർ അതിൻ്റെ മുകളിൽ വരും. അപ്പം അങ്ങനെ കുറേ വർഷങ്ങൾക്ക് കൊണ്ടിട്ട് തൗസൻഡ്സ് മില്യൺസ് ഓഫ് പോളിപ്പുകൾ ഇങ്ങനെ വന്ന് കോളനിയായി ഫോം ചെയ്ത് അടിയായിട്ട് മേളിൽ വന്ന് ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടായി സെക്രീഷൻസ് ഒക്കെ നടത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ വലിയ കോറൽ റീഫുകൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ വളരെ മനോഹരമായ ബ്രാഞ്ചുകളൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലൊക്കെ ഇതിങ്ങനെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് നല്ല ഭംഗിയുള്ള കോറൽ റീഫുകൾ ഫോം ചെയ്യുന്നത്. ശരിക്കും ഇത് നമുക്ക് പല കളറിൽ കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പം ഒരു പിങ്ക് ഷെയ്ഡിൽ, ബ്ലൂ, പർപ്പിൾ, ഓറഞ്ച് ഷെയ്ഡിലൊക്കെ നമുക്ക് ഈ കോറൽസ് കാണാവുന്നതാണ്. ഇതിന് ശരിക്കും ഈ കളർ കൊടുക്കുന്നത് ഒരു മൈക്രോസ്കോപ്പിക് അറിയാം ചെറിയ ആൽഗെ കൂട്ടങ്ങളാണ്. അതിൻ്റെ സർഫസിൽ പോയിട്ട് താമസിക്കുന്ന അതിൻ്റെ ഒരു ടൈനി പാർട്ട്ണറായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആൽഗെ, സാന്ദ്രല എന്നൊക്കെ പറയുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗയാണ് ഇവർക്ക് ഈ കളർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ആൽഗെ വന്നിട്ട് ഇത് ഫോട്ടോസിന്തസിസ് നടത്തി അതിന് എനർജി കൊടുക്കും, കോറൽസിന് എനർജി കൊടുക്കും. ഈ കോറൽസ് തിരിച്ച് ആ ആൽഗയ്ക്ക് ഒരു ഷെൽട്ടർ കൊടുക്കും, ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഹോം അതിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്, നല്ലൊരു പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പിലാണ് ഈ നമ്മുടെ കോറലും ഈ ആൽഗയും കൂടെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ അവരാണ് നമ്മുടെ കോറൽസിന് ഇത്ര അധികം ഭംഗിയുള്ള കളർ കൊടുക്കുന്നത്. ഇങ്ങനെ ഈ വളർന്നു വരുന്ന ഈ കോറൽ റീഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വെറുതെ ഒരു ഭംഗിയുള്ള പാറക്കൂട്ടങ്ങൾ മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകദേശം 25% മെറൈൻ ലൈഫ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു ആൾക്കാരാണ് ഈ കോറൽ റീഫ്. വലിയൊരു സംഭവമാണ് നമ്മുടെ കോറൽ റീഫ്. ഈ കോറൽ റീഫിലാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഫിഷ്, ഷൈ ക്ലൗൺ ഫിഷ്,
സീ കുക്കുംബേഴ്സ് ഒക്കെ ഇവിടെയാണ് അതിന് ഷെൽട്ടർ, അതിൻ്റെ ഹോം. അപ്പം ഈ ആനിമൽസ്, ടൈനി ആനിമൽസും ഈ ഫിഷസും ഒക്കെ ഇവിടെ വന്ന് ഈ മുട്ടയിടാനും ഒളിച്ചിരിക്കാനും അതിന് ഫീഡ് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന കോറൽസിനെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു എക്കോ സിസ്റ്റമാണ് നമ്മുടെ കോറൽ റീഫ് ഈ കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സ്ക്രീനിലേക്ക് കടന്നു വരുന്ന താരമാണ് സ്ട്രൈപ്ഡ് സർജൻ ഫിഷ്. ലിവിങ് സീബ്ര ഓഫ് ദ റീഫ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. അപ്പം ഇവരെ നോക്കിയാൽ തന്നെ നമുക്കറിയാം വളരെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഇവർക്കുള്ളത്. ഇവരുടെ ദേഹത്ത് ഒരു യെല്ലോയും ബ്ലൂവും സ്ട്രൈപ്സ് വന്നിട്ട് അത് ആ ഒരു ഷെയ്ഡിൽ ഒരു സീബ്രയുടെ ഷേപ്പിൽ ഒരു അപ്പിയറൻസിൽ ഡ്രസ്സപ്പ് ചെയ്തേക്കുന്ന പോലെയാണ് നമുക്ക് അവരെ കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ലീവിങ് സീബ്ര എന്നൊക്കെ വിളിക്കുന്നത്. ഇവർ നമ്മുടെ കോറൽ റീഫിൽ പറ്റിയിരിക്കുന്ന ആൽഗ കുറേശ്ശൊക്കെ കഴിച്ച് അതൊന്ന് ക്ലീനാക്കി ഹെൽത്തി ആക്കിയിട്ട്, റീഫിനെ ക്ലീൻ ആൻഡ് ഹെൽത്തി ആക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന കൂട്ടരാണ് ഈ പറയുന്ന ഈ സർജൻ ഫിഷ്. അപ്പോൾ ഇവരെ നമ്മൾ കാണുന്ന പോലെ അത്ര വലിയ പാവങ്ങളൊന്നും അല്ല. ഇവരുടെ വാലിൽ ഒരു നമ്മുടെ സർജിക്കൽ ബ്ലേഡൊക്കെ പോലെ, സർജിക്കൽ ഇതിൻ്റെ സ്കാൽപ്പൽ പോലെ ഇവർക്കൊരു ബ്ലേഡുണ്ട് അവരുടെ വാലിൽ, നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്. അപ്പം അതിനെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ സർജൻ ഫിഷ് എന്ന് വിളിക്കുന്നത്. കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഒത്തിരി പ്രിയപ്പെട്ട ഫിഷ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ സ്ട്രൈപ്ഡ് സർജൻ ഫിഷ്. നമ്മളിപ്പോൾ ഈ കാണുന്ന നീലയിൽ വെള്ള കുത്തുകളൊക്കെയുള്ള ബോക്സ് പോലെ ഇരിക്കുന്ന ഈ മീനാണ് ബോക്സ് ഫിഷ്. അപ്പോൾ റീഫിൻ്റെ ഫ്ലോട്ടിംഗ് ക്യൂബ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഇവർ ബാക്കി മീനുകളെ പോലെ ഒന്നും അല്ല കേട്ടോ, ഇവർ കുറച്ച് മടിയന്മാരാണ്. ബാക്കിയുള്ളൊരു സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ഇവർ പയ്യെ ഇങ്ങനെ അവരുടെ ചെറിയ ചിറകുകളൊക്കെ വെച്ച് സ്ലോലിയാണ് ഇവർ ഈ കോറൽ റീഫിൻ്റെ മണ്ടയിൽ കൂടെ തെന്നി മാറി പോകുന്നത്. അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള മീൻ തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മുടെ ബോക്സ് ഫിഷ്. ഈ ഡീപ് ബ്ലാക്ക് ഷെയ്ഡിൽ അല്ലെങ്കിൽ ചാർക്കോൾ ഗ്രേ ഷെയ്ഡിൽ കാണപ്പെടുന്ന ഈ മീനുകളാണ് ബ്ലാക്ക് സർജൻ ഫിഷ്. അപ്പോൾ ഇവർ കൂടുതലും നമ്മുടെ കോറൽ റീഫിൻ്റെ ആ ഒരു സർഫസിൽ കൂടെയാണ് കേട്ടോ പാസ് ചെയ്യുന്നതും സ്വിം ചെയ്യുന്നതും ഓക്കെ. അപ്പം ഇവർ പോയിട്ട് ഈ കോറൽസിന് മുകളിലുള്ള വളരുന്ന ആൽഗേനെ ഫീഡ് ചെയ്യും. അങ്ങനെ കോറൽ റീഫ് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു എക്കോസിസ്റ്റം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള സർജൻ ഫിഷുകളെയൊക്കെ പോലെ തന്നെ ഇവരുടെ വാലിലും ഒരു ഷാർപ്പ് ബ്ലേഡ് ഉണ്ട്. വാലിൻ്റെ അറ്റത്തായിട്ട് ഒരു ചെറിയ ഒരു കത്തി പോലെ ഷാർപ്പായിട്ടുള്ള ഒരു സ്പൈനുണ്ട്. ആ സ്പൈന് ഇവരെ ആക്രമിക്കാൻ വരുന്നവരുടെ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ കാണാൻ അത്ര ഭയങ്കര ഭംഗിയോ ഭയങ്കര അട്രാക്റ്റീവോ ഒന്നും അല്ലെങ്കിലും ഇവർക്ക് അണ്ടർ വാട്ടർ എക്കോസിസ്റ്റം ബാലൻസ് ചെയ്യാനായിട്ട് വളരെ വലിയൊരു റോള് തന്നെയുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഗ്ലാസ് ഐവേസൊക്കെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ടിലേക്കൊക്കെ ഉപ്പുവെള്ളം കയറി പോകും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു നീറ്റിലായിരിക്കും കടലിലേക്ക് ഈ വെള്ളം കയറി പോകുന്ന സമയത്ത്. ഇന്നത്തെ ദിവസം ഈ സമയത്ത് ആക്ച്വലി മെയ് തൊട്ടുള്ള സമയം ഈ മഴയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം കുറച്ചും കൂടെ ഫേവറബിൾ അല്ല. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇത്ര ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി വരെയായിരുന്നു വെള്ളം തീരെ ഉണ്ടായിരുന്നു. ഈ സൈഡിലേക്കൊക്കെ തീരെ വൈറ്റ് സാൻഡ് ആയിരുന്നു ഈ സൈഡിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു കോറൽ റീഫ് ഉള്ള ഏരിയയിലേക്ക് നമുക്ക് ഒന്ന് കാലം കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വേലിയാണ്, നല്ല വേലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് അത്രയധികം പോകാൻ പറ്റിയിട്ടില്ല. ഒത്തിരി മണ്ണാണെങ്കിൽ ആക്ച്വലി ഇതിൽ മണ്ണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് ഇരുന്നോണ്ടാണ് വെള്ളത്തിൻ്റെ വേണ്ടിയാണ് ഈ വെള്ളം തന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോകും. പേടിയായിട്ട് അതിനകത്തിങ്ങനെ കൊണ്ടുപോകും. കുറേ ഇപ്പം സ്നോർക്കലിങ്ങിനൊക്കെ ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് അതായത് നീന്തൽ ഡിസ്റ്റൻസിലേക്ക് ആൾക്കാർക്ക് പോയിട്ടുണ്ട്. അത്രയും നല്ല നീന്താനും
മീനിനെ കണ്ടോ? മീനല്ല, അതൊരു കുട്ടി ഷാർക്കാണ് കേട്ടോ. അതാണ് ബ്ലാക്ക് ടിപ്പ് റീഫ് ഷാർക്ക്. അതിന് പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുറത്ത് ആ ഡോർസലിലായിട്ട് അല്ലെങ്കിൽ ടേബിൾ ഫിൻസിലൊക്കെ അതിൻ്റെ ടിപ്പിൽ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് ബ്ലാക്ക് ടിപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതുകൊണ്ടാണ് അതിന് ഈ പറയുന്ന ബ്ലാക്ക് ടിപ്പ് റീഫ് ഷാർക്ക് എന്ന് പറയുന്നത്. കൂടുതൽ നമ്മുടെ മാൽദീവ്സിലെ നമ്മുടെ റീഫ് സൈഡിലേക്ക്, നമ്മുടെ കോറൽ റീഫ് സൈഡിൽ അല്ലെങ്കിൽ ബീച്ച് സൈഡിലേക്കൊക്കെ ഇതിങ്ങനെ കടന്നു വരും. നമ്മൾ ഭയങ്കര അതിശയകരമായിട്ട് തോന്നും കേട്ടോ. കൂടുതൽ ഇതുകൂട്ട് മീനുകളൊക്കെ നമുക്ക് കടലിന് ഉള്ളിൽ ഭാഗത്തേക്കല്ലേ കാണാൻ പറ്റുന്നതെന്ന് നോക്കും. അപ്പോൾ ഇവര് ഈ നമ്മുടെ തീരത്ത് ഇങ്ങനെ വന്നിട്ട് എപ്പോഴും നമ്മളെ ഇങ്ങനെ സ്നോർക്കലിങ്ങൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് കൂടി ഇവരിങ്ങനെ വന്ന് കടന്നങ്ങ് പോകും. നമുക്ക് ഭയങ്കര ആശ്ചര്യം തോന്നും. ഇവരെ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 1.5 തൊട്ട് ഒരു 2 മീറ്റർ വരയ്ക്ക് നീളം വരുള്ളൂ. കാണുമ്പോൾ ഒരിച്ചിരി ഒരു ഭീകരരായിട്ട് തോന്നുമെങ്കിലും പൊതുവെ ഇവര് കുറച്ച് നാണം കുണുങ്ങി കൂട്ടുക. മനുഷ്യരെ കാണുമ്പോൾ അങ്ങ് ഓടിപ്പോയി കളയും. അപ്പം ഭയങ്കര ഫാസ്റ്റ് സ്വിമ്മേഴ്സ് ആണ്. നല്ല സ്പീഡിൽ ഇവരെ നീന്തുന്നത്. നമ്മളാണെങ്കിൽ ഇവരെ ഒന്ന് കണ്ടൊന്ന് സ്പോട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ പുറകെ ഒന്ന് കുറച്ച് നേരം കഴിച്ച് കാണാന്ന് പറഞ്ഞ് ഒന്ന് അവർ പുറകെ പോകാൻ നോക്കിയിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരെ കാണത്തില്ല. പെട്ടെന്ന് അങ്ങ് പോകും, മിസ്സായി പോകും അവർ. അപ്പം അങ്ങനെ വളരെ ഷൈ ഉള്ള ഒരു കൂട്ടം ഷാർക്ക് കുഞ്ഞുങ്ങളാണ് കേട്ടോ അവർ. ഭയങ്കര ഭയങ്കര രസമാണ് ഇവരെ കാണാൻ തന്നെ. ഇവരിങ്ങനെ ഓടിപ്പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം നമ്മളിങ്ങനെ നൈറ്റിലും അങ്ങനെ നമ്മൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഈ ഇരിക്കുന്ന സൈഡിൽ നമ്മുടെ എൻട്രൻസിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്ക് സോഫയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നേക്കുന്നതിൻ്റെ അവിടെയായിട്ട് ലൈറ്റൊക്കെ വരുന്ന സമയത്ത് നൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് ഈ മീനുകളൊക്കെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇരിക്കും. അപ്പം നോക്കുമ്പോൾ ഇത്ര ബീച്ച് സൈഡിൽ ആ വെള്ളം മണലിൻ്റെ അടുത്തേക്ക് വരെ ഈ കുട്ടി ഷാർക്കുകൾ, വെള്ള ഷാർക്കുകൾ ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ. ഭയങ്കര ഐക്കോണിക്കാണ് ഇവരുടെ അപ്പിയറൻസ് തന്നെ. എന്നാൽ പെട്ടെന്ന് കാണാനും പറ്റും ഇവർ. നമ്മൾ ഇപ്പോൾ വേറൊരു ലൊക്കേഷനിലേക്ക് സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇവിടെയും വളരെയധികം പ്രതീക്ഷകളോടെ നമ്മൾ ഇറങ്ങുകയാണ്. കുറേ ഫോറസ്റ്റുകളും കുറേ കളർഫുള്ളായിട്ടുള്ള മത്സ്യങ്ങളൊക്കെ കാണുന്നൊക്കെ പ്രതീക്ഷയിൽ നമ്മൾ ഇറങ്ങുകയാണ്. എന്താ ഇപ്പൊ ആ ദൂരേക്ക് നോക്കിക്കേ, കുഞ്ഞു കുഞ്ഞ് കൂട്ടമായിട്ട് ഒന്നിച്ച് ഒരുമയോടെ പോകുന്ന കുറച്ച് മീനുകളെ കാണുന്നുണ്ടോ? അവരാണ് സിസർ ടെയിൽ സർജൻ ഫിഷ്. അപ്പം ഇവരെ വിളിക്കുന്നത് സ്ട്രൈപ്ഡ് പട്രോൾ ഓഫ് ദി റീഫ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവരുടെ ദേഹത്ത് നല്ല ഭംഗിയുള്ള ഈ ബോൾഡ് ബ്ലാക്ക് വെർട്ടിക്കൽ സ്ട്രൈപ്സ് ഉണ്ട്. അവരുടെ ദേഹത്ത് നല്ല ഷൈനി ആയിട്ടുള്ള സിൽവർ ഒരു തിളങ്ങുന്ന ബോഡിയിൽ ഇതേപോലെ നല്ല കട്ടിക്കുള്ള ക്രോസ് ആയിട്ട് ബ്ലാക്ക് വരകൾ ഇങ്ങനെ കാണുന്നത്. അത് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് നടക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അവരിങ്ങനെ ഒരു കൂട്ടമായിട്ട് ഒന്നിച്ച് ഒരു ഒരേപോലെ യൂണിഫോം ഇട്ട് നടക്കുന്ന സോൾജിയേഴ്സിനെ പോലെ ഇവരിങ്ങനെ ഗ്യാങ് ആയിട്ടാണ് ഈ കോറൽ റീഫിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഈ സർജൻ ഫിഷ് ഇവരെ പോയി ഒരേപോലെ യൂണിഫോം, മിലിറ്ററി യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നവരെ, അതുകൊണ്ടാണ് അങ്ങനെ ഇവരെ പേര് വിളിക്കുന്നതും കൂടെ. ഇവരെ സിസർ ടെയിൽ എന്ന് വിളിക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. ഇവരുടെ വാല് നമ്മൾ നോക്കിയാൽ അറിയാം, സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഇവരെ ഒരു കത്രിക ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെ, സിസേഴ്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവരുടെ വാല് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇവരെ ഈ സിസർ ടെയില്, കാരണം അതിൻ്റെ ടെയിലാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണുന്നത്. ഒരു ഓപ്പൺ പെയർ ഓഫ് സിസേഴ്സ് പോലെ അവരുടെ വാല് ഇരിക്കുന്നു. അപ്പം ഇവർ ഈ ഗാങ് ആയിട്ട് ഇതേ ഒരു യൂണിഫോം പാറ്റേണിൽ ഇവരുടെ ഈ വാലൊക്കെ ഒരേപോലെ ഇങ്ങനെ കത്രിക തുറന്നു വെച്ചിരിക്കുന്ന പോലത്തെ വാലൊക്കെ ഉള്ള ഒരു ബോഡി അപ്പിയറൻസ് ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ പോകുന്ന കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അവരിങ്ങനെ ഗാങ് ആയിട്ട് പോകുന്നത് നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പോകുന്നതിൻ്റെ ഒപ്പം ഇവരിങ്ങനെ വരും, നമ്മുടെ തൊട്ടടുത്ത് കൂടി ഇവരിങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഭയങ്കര നമ്മൾ സ്നോർക്കലിങ്ങിൻ്റെ സമയത്ത് കൂടുതൽ കാണപ്പെടുന്ന ഒരു കൂട്ടം മീനുകളാണ്. അപ്പം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഫിഷാണ് നമ്മുടെ സ്നോർക്കലിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന
തോന്നുന്ന ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിഷാണ് ഇവർ. അപ്പം ഈ മാൽദീവ്സിലെ ലഗൂൺസ് ഏരിയയിലും കോറൽ റീഫ് ഏരിയയിലും ഒക്കെ നമുക്ക് അധികമായിട്ട് ഇവരെ കാണാൻ പറ്റും. ഭയങ്കര രസമുള്ള ഒരു മീനാണ് കേട്ടോ ഇത്. ഒരു കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ പോലെ നമ്മുടെ സ്ക്രീനിലേക്ക് ഇപ്പോൾ ഒരു മിന്നായം പോലെ കടന്നു വരുന്ന വെള്ളയിൽ ഒരു തിന്ന് ബ്ലാക്ക് സ്ട്രൈപ്സ് ഉള്ള ഒരു ഫിഷിനെ കണ്ടോ. ഇവരാണ് കൺവിക്ട് സർജൻ ഫിഷ്. അപ്പം ഇവരെ റീഫിൻ്റെ ലിറ്റിൽ പ്രിസണർ ഫിഷ് എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പാറ്റേൺ, അദ്ദേഹത്ത് കാണുന്ന ഈ ഒരു പാറ്റേൺ പണ്ടത്തെ പ്രിസണേഴ്സിൻ്റെ ഒക്കെ ഒരു യൂണിഫോമിൻ്റെ ആ ഒരു പാറ്റേൺ. അതുകൊണ്ടാണ് ഇവരെ ഈ റീഫിൻ്റെ ലിറ്റിൽ പ്രിസണർ ഫിഷ് എന്നൊക്കെ വിളിക്കുന്നത്. ഇവർ യൂഷ്വലി ഒരു ഗ്യാങ് ആയിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് എങ്ങോട്ട് പോയാലും. ഇവരുടെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോറൽസാണ്. ബാക്കി മീനുകൾ, ബാക്കി സർജൻ ഫിഷുകളെ ഒക്കെ ഉള്ള ഫീച്ചർ പോലെ തന്നെ ഇവരുടെ വാലിലും ഒരു ഷാർപ്പായിട്ടുള്ള സ്കാൽപ്പലുണ്ട്. നമ്മുടെ സർജിക്കൽ സ്കാൽപ്പൽ, നമ്മുടെ സർജിക്കൽ ബ്ലേഡൊക്കെ പോലത്തെ ഒരു സ്കാൽപ്പലുണ്ട്. അപ്പം അതുകൊണ്ട് അതെന്താണ്, ഇവർ ഈ പ്രെഡേറ്റേഴ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവരെ ഈ സർജൻ ഫിഷ് എന്നും കൂടെ ഈ പേര് വിളിക്കുന്നത്. നമ്മുടെ മാൽദീവ്സിലൊക്കെ കൂടുതൽ നമ്മൾ സ്നോർക്കലിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് കൂടുതൽ കാണുന്ന ഒരു മീനാണിത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു നല്ല കാമായിട്ടുള്ള ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ്, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മത്സ്യം തന്നെയാണ് ഈ കൺവിക്ട് സർജൻ ഫിഷ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന റീഫിൻ്റെ ലിറ്റിൽ പ്രിസണർ ഫിഷ്. പിന്നെ നമ്മൾ സ്നോർക്കലിങ്ങിന് വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന വേറൊരു ടൈപ്പ് ഫിഷാണ് പാരറ്റ് ഫിഷ്. അപ്പം ഇതിന് പേര് വന്നത് ശരിക്കും ഇതിൻ്റെ ചുണ്ട് പാരറ്റിൻ്റെ ബീക്ക് പോലെ ഇരിക്കും. അതിന് ഈ കോറൽസും ആൽഗയും ഒക്കെ ഇങ്ങനെ കാറിന് തിന്നാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മളൊരു പച്ച മീൻ ഇങ്ങനെ കോറൽ കടിച്ച് തിന്നാൻ വന്നത്, അതാണ് പാരറ്റ് ഫിഷ്. അപ്പം ഇതിന് പല കളറിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡിൽ, പർപ്പിൾ ഷെയ്ഡ്, ഇപ്പോൾ കണ്ട ഗ്രീൻ ഷെയ്ഡ്, അപ്പം അങ്ങനെ പല കളറിൽ നമുക്ക് ഈ ഫിഷിനെ കാണാവുന്നതാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാനിങ്ങനെ കുറേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഈ പാരറ്റ് ഫിഷിൻ്റെ കഥയും. അതിങ്ങനെ കോറൽസ്, അത് ആ ഷെല്ല്, അതുപാടെ തിന്നുന്ന കഥ. അപ്പം ഞാനിങ്ങനെ വെള്ളത്തിൽ കൂടെ പോയ സമയത്ത് അതിങ്ങനെ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. അത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ പാരറ്റ് ഫിഷ്. വലിപ്പം പലതിൽ കാണുമായിരിക്കും. ഞാനിപ്പോൾ കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാരറ്റ് ഫിഷ് ആയിരുന്നു. അത് വന്നിട്ട് ഈ ഷെല്ല്, ഈ കോറൽസ് വന്നിങ്ങനെ കടിച്ച് തിന്നുന്ന ആ ഒരു ഇത് ഞാൻ കടിക്കുമ്പോൾ ഈ കറുമുറ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അതപ്പം വീഡിയോ കിട്ടിയോന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര രസമുണ്ട് കേട്ടോ. അതെൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോറൽസ് അതുപോലെ തന്നെ കഴിക്കും. അപ്പം ഈ കോറൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോളിപ്സ് ആണ്, ചെറിയ കുഞ്ഞ് ജീവികളുടെ ഒരു വാസസ്ഥലമാണ്. അതിങ്ങനെ സ്ഥലം അല്ലെങ്കിൽ ആ ജീവികളുടെ ഒരു സെക്രീഷനാണ് ഈ പറയുന്ന കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ലൈം എന്ന് പറയുന്ന സെക്രീഷൻസ് കുമിഞ്ഞു കൂടിയിട്ടാണ് ഈ പല ഷേപ്പിലും പല കളറിലും ഇതിങ്ങനെ മരത്തിൻ്റെ ആകൃതിയിലും അതേപോലെ തന്നെ പല ഷെല്ലിൻ്റെ രൂപത്തിലൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ പാരറ്റ് ഫിഷ് ഈ പോളിപ്സും അതേപോലെ തന്നെ കുറച്ച് പായലൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന കോറൽസിൻ്റെ ഒക്കെ മുകളിൽ. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് കഴിക്കും. എന്നിട്ട് ഈ ഡൈജസ്റ്റ് ആവുന്ന പോർഷൻ, അതായത് ആ ജീവികളും അതുപോലെ തന്നെ ആ ആൽഗയൊക്കെ ഫുള്ള് ഈ മീനിൻ്റെ വയറ്റിൽ അത് ഡൈജസ്റ്റ് ആവും. എന്നിട്ട് ഈ ബാക്കി വരുന്ന ക്രിസ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, കാൽസ്യം കാർബണേറ്റും അതായത് ലൈം, അത് ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് വിടണം. അപ്പോൾ അങ്ങനെയാണ് ഈ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്ന കുറേ കാൽസ്യം കാർബണേറ്റ് ഒക്കെ ഈ കടലിൻ്റെ ഈ ബേസ് ഫോം ചെയ്യാനായിട്ട് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ നമുക്ക് സ്നോർക്കലിങ്ങിൻ്റെ ബാക്കി കാഴ്ച കാണാം. അങ്ങനെ പാരറ്റ് ഫിഷിനെയൊക്കെ കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വെള്ളത്തിലേക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ആൻഡ് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള വേറൊരു ക്രീച്ചറിനെ കണ്ടത് കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഒരു കുഞ്ഞ് ഒക്ടോപ്പസ് ആണ്. നമുക്ക് നോക്കിയാൽ അറിയാണ്ട് ദൂരെ ഇങ്ങനെ കല്ലുകളുടെ ഇടയിൽ നിന്ന് പയ്യെ തല ഇങ്ങനെ പൊക്കി, പിന്നെ ഞങ്ങളുടെ വെട്ടം കണ്ടപ്പോഴത്തേക്ക് അത് തിരിച്ച് ഞൊഴഞ്ഞ് ആ കല്ലുകളുടെ ഇടയ്ക്കേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. ആ ബ്രൗൺ കളറിൽ ചെറിയ കുഞ്ഞ് കണ്ണ് പോലെ മുഴ
കുഴച്ചിരിക്കുന്ന അതാണ് ഒക്ടോപ്പസ്. ഇവർക്ക് പൊതുവേ 8 ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആംസ് ആണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ആ ആംസിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കണക്ക് കുറേ സക്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അള്ളി പിടിക്കാനോ അതിന് പ്രെഡേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ സക്കേഴ്സും അതിൻ്റെ ചുറ്റുമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇതിന് കളർ ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പം അതിന് പല കളറിൽ, അപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിരുന്നു. അപ്പോൾ ഇതിന് ഭയങ്കര എക്സ്കേപ്പ് മെക്കാനിസം ആണ്. ഇതിനെ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് മഷി ചീറ്റിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇറിറ്റേറ്റ് ചെയ്യാനും പോയില്ല. അയ്യോ, അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് കൂടെ ഒരു വലിയ ഷാർക്ക് കടന്നു പോയത്. നമ്മൾ സാധാരണ തീരത്ത് കാണുന്ന പോലത്തെ ഒരു കുഞ്ഞ് വെള്ള ഷാർക്കല്ലായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര വലുപ്പമുള്ള ഷാർക്ക്, ഒരു അരയാൾ വലുപ്പമുള്ള ഒരു ഷാർക്ക് ഞങ്ങളുടെ തൊട്ടടുത്ത് കൂടെ പോയി. ഇതൊരു ഡാർക്ക് ഷെയ്ഡായിരുന്നു ഇതിന് വന്നത്. അപ്പോൾ ഇത് നമ്മുടെ അടുത്തു കൂടെ ഇങ്ങനെ പോയപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത് പിന്നെ ഞങ്ങൾ അധികം അതിൻ്റെ പുറകെ പോകാൻ നിന്നില്ല കേട്ടോ. വല്ല കയ്യോ കാലോ കടിച്ചെടുത്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അധികം പോയില്ല. സാധാരണഗതിയിൽ ഇവർ ഈ തീരത്തേക്ക് വരാറില്ല കേട്ടോ. കൂടുതലും നമ്മൾ ഈ ഡൈവിങ്ങിന്, ഇപ്പം ഇവരെ കാണുന്നില്ലേ, ഇവർ ഡൈവിങ്ങിന് പോകുന്ന കുറച്ച് കൂട്ടരാണ്. അപ്പോൾ ഈ ഡൈവിങ്ങിനും ഒക്കെ ഉൾക്കടലിലേക്ക് പോകുന്ന സമയത്താണ് കൂടുതൽ ഈ ഷാർക്കിനൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് കൂടെ ഈ വലിയ ഷാർക്ക് പോയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ് നല്ല രീതിയിലങ്ങ് റേസ് ആയിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പാരറ്റ് ഫിഷിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പാരറ്റ് ഫിഷ് പല കളറിൽ, പിങ്ക്, പർപ്പിള്, ഗ്രീൻ കളറിലൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്ന ഒരു പാരറ്റ് ഫിഷ്. അതിങ്ങനെ നമ്മുടെ കോറൽസ് കറന്ന് പറഞ്ഞിട്ട് കടിച്ച് തിന്നുന്ന നമ്മൾ കാണുന്നത്. പിന്നെ നമ്മളിങ്ങനെ അങ്ങ് റീഫ് സൈഡിൽ ഈ സ്നോർക്കലിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് കൂടുതൽ കാണപ്പെടുന്നതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ് സീ കുക്കുംബർ. ഇത് കണ്ടോ, ഇവിടെ ഒരു കുഴൽ പോലെ ഒരുത്തന്നെ അവിടെ താഴെ നിലത്ത് പറ്റിയിരിക്കുന്നത്, അവരാണ് സീ കുക്കുംബർ. അവർ ഭയങ്കര സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് കേട്ടോ. ഈ സീ കുക്കുംബർ എന്ന് പറഞ്ഞ പേരിൽ ഒരു വെജിറ്റബിൾ ആണെന്ന് തോന്നിക്കുമെങ്കിലും പക്ഷെ ഇതൊരു വെജിറ്റബിൾ അല്ല കേട്ടോ. ഇതൊരു സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണ്, സീ ഫ്ലോറിൽ പറ്റിയിരിക്കുന്ന. അത് ആ ഫ്ലോറിൽ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ഭയങ്കര സ്ലോലി മടിയന്മാരെ പോലെ നീങ്ങി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് സീ കുക്കുംബേഴ്സ്. അപ്പോൾ ഇവർ ഈ ഓഷൻ ഫ്ലോറിലുള്ള ഡെഡ് പാർട്ടിക്കിൾസും അതേപോലെ ഓർഗാനിക് വേസ്റ്റും ഒക്കെ തിന്ന് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവരെ നാച്ചുറിൻ്റെ വാക്വം ക്ലീനേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള നല്ല വൃത്തിയാക്കിയിട്ട് നല്ലൊരു എക്കോസിസ്റ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു റോൾ ഇവർക്കും ഉണ്ട്. അങ്ങനെ ഇവരെ എന്തെങ്കിലും രീതിയിൽ ത്രെട്ടൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഇന്റേണൽ ഓർഗൻസ് പുറത്തേക്ക് ഇജക്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഈ ഇജക്ട് ചെയ്യുന്ന ഓർഗൻസ് പിന്നെ അത് റീഗ്രോ ചെയ്ത് പുതിയൊരു ഓർഗനിസം, പുതിയൊരു സീ കുക്കുംബർ ആയിട്ട് അതങ്ങ് വളർന്നു വരും. അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട മത്സ്യമാണ് സ്കോളിയോപ്സിസ് ബിലീനിയേറ്റ എന്ന് പറയുന്ന ഈ മീൻ. അപ്പോൾ ഇവരെ കാണുന്നതിന് നല്ലൊരു അട്രാക്റ്റീവ് ആണ് കേട്ടോ. ഇവരുടെ ദേഹത്ത് ഒരു 2 ബോൾഡ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ യെല്ലോയിഷ് വൈറ്റ് ബോഡിയുടെ ക്രോസ് ആയിട്ട് 2 ബോൾഡ് ഹൊറിസോണ്ടൽ ലൈൻസ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ 2 ലൈൻഡ് മോണോക്കിൾ ബ്രീവ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു റീഫ് ഫിഷാണ്. അപ്പം ഇവർ കൂടുതലും കോറൽ റീഫ് ഏരിയാസ്, കോറൽസൊക്കെ അധികം കാണപ്പെടുന്ന ലഗൂൺ ഏരിയാസിലും റീഫിലും ഒക്കെയാണ് ഇവർ കാണുന്നത്. കൂടുതലും ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെയാണ് പോകാറില്ല. പക്ഷെ നമുക്കിപ്പോൾ ഈ മീനിനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ ഭക്ഷിക്കുന്ന ചെറിയ കുഞ്ഞ് ഇൻവെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള വേംസും അതേപോലെ തന്നെ കുഞ്ഞ് ക്രാബുകളും, ടൈനി ക്രാബ്സിനും ഒക്കെയാണ് ഇവർ ഈ ഭക്ഷിക്കുന്നത്. ഇവർക്കും ഞാൻ മുന്നേ പറഞ്ഞ മീനുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ റീഫൊക്കെ നല്ല ക്ലീൻ ആക്കാനായിട്ട് നല്ല റോളാണ്. ഇവർ ഈ പറയുന്ന ചെറിയ മണലിനൊക്കെ ഉള്ളിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ടൈനി ക്രീച്ചേഴ്സിനെയൊക്കെ ഇത് ഭക്ഷിച്ച് അതിൻ്റെ റീഫ് സർഫേസൊക്കെ നല്ല കോറൽ സർഫേസൊക്കെ അത്യാവശ്യം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് നല്ല റോളുണ്ട്. ആ മീനുകളൊക്കെ നമ്മളിപ്പം വന്നു കഴിഞ്ഞാൽ അറിയാം, വന്നിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഇതുപോലെ ഷൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവരിങ്ങനെ നമ്മുടെ തൊട്ടടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് മിന്നായം പോലെ അങ്ങ് കടന്നു പോകും. നല്ല രസമാണ് ആ കാഴ്ചയൊക്കെ കാണാൻ. ഇപ്പം നമ്മുടെ മുന്നിലേക്ക് നീന്തി വരുന്ന ഈ സുന്ദര മീനാണ് ബ്ലാക്ക് ബ്ലോച്ച് എംബറർ ഫിഷ്. അപ്പോൾ ഇവരെ കൂടുതലായി നമ്മൾ സ്നോർക്കലിംഗ് ഇറങ്ങുന്ന സമയത്ത് കണ്ടുപിടുന്ന ഒരു തരം മീനുകളാണ് കേട്ടോ. ഇവരുടെ ദേഹത്ത് കാണുന്ന ആ ഒരു ബ്ലാക്ക് മാർക്കും അവരുടെ ആ ഒരു സ്ട്രോങ് ബോഡിയും കാരണം ഇവർ വളരെ വ്യത്യസ്തരാണ്. ഈ മാർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അവർ ആ മാർക്കിങ് ബോഡിയുടെ ഒരു സൈഡിൽ ഫിൻസിൻ്റെ ഒക്കെ ബേസ് ഭാഗത്ത് താഴെയായിട്ട് ഒരു കറുത്ത പാടായിട്ട് ഇങ്ങനെ കാണും. അതാണ് മെയിൻലി ഇവർ
ഇവരെ ഈ ബാക്കി മീനുകളിൽ നിന്നൊക്കെ വ്യത്യസ്തരാക്കുന്നത്. അപ്പോൾ കാണാനൊരു പ്രത്യേക ആകർഷണമാണ് ആ മീനുകളെ. ഇവരെ ഈ എംപറർ ഫിഷിനെയൊക്കെ കൂടുതൽ നമ്മൾ ലഗൂൺ ഏരിയയിലും അതേപോലെ തന്നെ കോറൽ റീഫ് ഏരിയയിലും ഒക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കൂട്ടരാണ്. ഈ കുഞ്ഞു മീനുകളെയും അതേപോലെ തന്നെ ചെറിയ ക്രാബ്, ഞണ്ടുകളെയും ഒക്കെ ഭക്ഷിച്ച് അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ഇവരുടെ കാണാൻ അത്ര ഭയങ്കര അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു മസ്കുലർ ബോഡിയും അതേപോലെ തന്നെ ആ ഡാർക്ക് മാർക്കിങ്ങും ആണ് ഇവരെ കൂടുതൽ പവർഫുള്ളും ഗ്രേസ്ഫുള്ളും ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ക്രീച്ചറാണ്. നമ്മുടെ റീഫിലെ ഒരു അട്രാക്റ്റീവ് ക്രീച്ചറാണ് ഇവർ. എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മീൻപിടുത്തക്കാര് അവരുടെ മീൻപിടുത്തത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടരും കൂടെയാണ് കേട്ടോ ഇത്. കൊമ്പുള്ള മീനുകളെ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന തലയിൽ കൊമ്പുള്ള ഈ മീനിന്റെ പേരാണ് യൂണിക്കോൺ ഫിഷ്. അപ്പൊ ഇത് നമ്മുടെ കോറൽ റീഫ്സിലൊക്കെ കാണുന്ന ഒരു യുണീക്ക് ഫിഷ് ആണ് കേട്ടോ. ഇതിന്റെ തലയില് കാണപ്പെടുന്ന ഒരു യൂണിക്കോൺ കുതിരയുടെ ഒക്കെ ദേഹത്ത്, കുതിരയിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ ഒരു ഹോൺ ലൈക്ക് പ്രൊജക്ഷൻ ഇവരുടെ തലയിലുള്ളത് കൊണ്ട് കൂടിയാണ് ഇവരെ യൂണിക്കോൺ എന്ന് വിളിക്കാറുള്ളത്. അപ്പം എല്ലാ യൂണിക്കോൺ ഫിഷുകൾക്കും ഈ ഹോൺ കാണാറില്ല. അഡൾട്ട് ആയിട്ടുള്ള യൂണിക്കോൺ ഫിഷുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ കൊമ്പ് കണ്ടുവരാറുള്ളത്. ഇവര് പൊതുവെ ഹെർബിവോറസ് ആണ്. ഇവിടെ നമ്മുടെ കടലിനടിയിലുള്ള ആൽഗയും അതേപോലെ തന്നെ സീവീഡ്സും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അടിപൊളിയായിട്ട് നീന്താൻ അറിയാവുന്ന കൂട്ടാണ് കേട്ടോ. നമ്മുടെ കോറൽ റീഫ്സിന്റെയും ലഗൂൺ ഏരിയാസിന്റെ ഒക്കെ ഇടയ്ക്ക് കൂടെ ചീറിപ്പാഞ്ഞ് ഇവരിങ്ങനെ നടക്കുന്നത് നമുക്ക് സ്നോർക്കലിങ്ങിനൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ബോഡി സ്ട്രക്ചർ ഉള്ള ഒരു തരം മീനാണ് യൂണിക്കോൺ ഫിഷ്. കാഴ്ചയിൽ ഇവർക്ക് ഈ ഒരു കൊമ്പും ഒരു ചെറിയൊരു ഭീകര അപ്പിയറൻസ് തരുമെങ്കിലും ഒരു രീതിയിലും ഇവര് മനുഷ്യർക്ക് ഒരു ഉപദ്രവകാരികളല്ല കേട്ടോ. മനുഷ്യരെ ഒരു രീതിയിലും അവർ ബുദ്ധിമുട്ടിക്കത്തില്ല. നമ്മൾ സ്നോർക്കലിന് ഇറങ്ങുന്ന സമയത്ത് അവരൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കൂടെ അങ്ങ് പാസ് ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ അങ്ങ് പൊക്കോളും. അങ്ങനെ പല പല കളർഫുൾ ആയിട്ടുള്ള മീനുകൾ കൊണ്ടും വെറൈറ്റി ആയിട്ടുള്ള മീനുകളെ കൊണ്ടും കളർഫുള്ളായ കോറൽസ് കൊണ്ടും ഒക്കെ ഭയങ്കര അട്രാക്റ്റീവാണ് നമ്മുടെ അണ്ടർ വാട്ടർ കാഴ്ചകളല്ലേ. ഇപ്പൊ തന്നെ നോക്കിയാലേ നമുക്കറിയാം, ഈടാ എന്ത് നല്ല രസമുള്ള മീനുകളാണ് പാസ് ചെയ്ത് പോകുന്നതല്ലേ. ഇത്ര ഭയങ്കര അത്ഭുതകരമായ ഒരു ലോകം നമ്മുടെ കടലിന് അടിയിലുണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെ ഭയങ്കര പാടാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഭംഗിയുള്ള കോറൽ റീഫുകൾക്ക് ഇപ്പോൾ വലിയൊരു പ്രശ്നം തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, കോറൽ ബ്ലീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറൽസ് ഒക്കെ സ്ട്രെസ് ആവുന്ന സമയത്താണ് അങ്ങനെ സംഭവിക്കുന്നത്. കൂടുതലായിട്ടും ഈ വെള്ളത്തിൻ്റെ സീയുടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്താണ് ഇതേപോലെ കോറൽ ബ്ലീച്ചിങ് നടക്കുന്നത്. കോറൽ ബ്ലീച്ചിങ്ങിൻ്റെ സമയത്ത് കോറൽസിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പായൽ, ഒരു ആൽഗെ, സൂസാന്ത്രലെ എന്ന് പറഞ്ഞിട്ടൊരു ആൽഗെ വന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ അതാണ് അതിന് കളർ കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ കോറൽസിൻ്റെ മണ്ടയിൽ താമസിക്കുന്ന ഈ ആൽഗെ നഷ്ടമാകും. നല്ല വെള്ളത്തിൽ നല്ല ചൂടായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ടെമ്പറേച്ചറൊക്കെ കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ നാളുകൾ കൊണ്ട് നമ്മുടെ ഈ ആൽഗയൊക്കെ ഇതിന് നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ആ കളർ കൊടുക്കുന്നത് ആൽഗ ആയിരുന്നല്ലോ. അപ്പം ആ കളർ അങ്ങ് നഷ്ടമാകും. കോറൽസിന് കളർ നഷ്ടമാകും, അതിങ്ങനെ വൈറ്റിഷ് ആയിട്ട് മാറും. പിന്നെ ഗ്രാജുവലി ഈ കോറൽസ് പയ്യെ ഡെഡായി തുടങ്ങും. ഈ പറഞ്ഞ സൂസാന്തലിലെ പോയിട്ടുള്ള ആൽഗെ പോയിട്ടുള്ള ഇത് കംപ്ലീറ്റ്ലി ഡെഡ് അല്ലെങ്കിലും ഇവർ വീക്കാണ്, നല്ല വീക്കാണ്. കൂടുതൽ ഇതേപോലെ ടെമ്പറേച്ചർ ഇങ്ങനെ തന്നെ കൂടി തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നശിച്ചു പോകാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. മെയിനായിട്ട് നമ്മൾ ഈ കോറൽ ബ്ലീച്ചിങ് നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സീ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഗ്ലോബൽ വാർമിങ് കാരണം സീ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ടാണ്. തന്നെയല്ല നമ്മുടെ ഈ കോസ്റ്റലായിട്ടുള്ള ഇൻഡസ്ട്രീസിനുള്ള വേസ്റ്റ്, അതായത് പൊല്യൂഷൻസ്, പ്ലാസ്റ്റിക് ഒക്കെ ഇതിൽ വന്ന് കടലിലേക്ക് വരുമ്പോഴും
അങ്ങനെ കടലൊക്കെ മലിനമാകുന്നുണ്ടും കൂടുതലായിട്ടുള്ള ഫിഷിങ് കാരണം അവിടുത്തെ ഒരു എക്കോസിസ്റ്റം ഒന്ന് ഡിസ്റ്റർബ് ആവുന്നുണ്ടും. പിന്നെ നമുക്കൊരു റോളുണ്ട് കേട്ടോ. നമ്മൾ ഈ ചില സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ സൺസ്ക്രീനിൽ ഓക്സിബെൻസോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കെമിക്കൽസ് ഉണ്ട്. അത് കോറൽസിന്റെ ഡി എൻ എക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അതിന് ഹാംഫുള്ളാണ്. അപ്പം ഈ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തും നമ്മുടെ കോറൽസ് ഒക്കെ ഡി.എൻ.എ നശിക്കുന്ന കോറൽസിന് തന്നെ അത് ഹാംഫുള്ളാണ്. അങ്ങനെ നമ്മളും ഒരു പരിധി വരെ ഇതിന് കാരണക്കാരാണ്. അങ്ങനെ നമ്മൾ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂറിസം എക്സസൈസ് നമ്മൾ കോറൽസ് എല്ലാം ചവിട്ടി അതിനെല്ലാം ഡിസ്റ്റർബ് ചെയ്യുന്നതൊക്കെ കൊണ്ടും കൂടെ ഇതേപോലെ കോറൽ ബ്ലീച്ചിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കോറൽസ് നശിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 25% മെറൈൻ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് കോറൽ റീഫ്സ് തന്നെയാണ്. അപ്പം ആ ഒരു എക്കോസിസ്റ്റം തന്നെയാണ് ഇംബാലൻസ് ആവുന്നത്. നമ്മുടെ തൗസൻഡ്സ് ഓഫ് സ്പീഷീസ് അതുപോലെ അവരുടെ ഷെൽട്ടർ പോകുന്നു, അവരുടെ ആ ജീവികളുടെ ലൈഫും നഷ്ടമാകുന്നു. അപ്പം അങ്ങനെ ഫുള്ളി നമ്മുടെ അണ്ടർ വാട്ടർ എക്കോസിസ്റ്റത്തിന് ഒരു ഇംബാലൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഈ പറയുന്ന ബ്ലീച്ചിങ്ങിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നോർക്ലിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് ഈ കോറൽസിനെയൊക്കെ പോയി പിടിച്ചും ചവിട്ടിയും ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. കോറൽസ് റീഫ് സേഫ് ആയിട്ടുള്ള സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചും പ്ലാസ്റ്റിക്കൊക്കെ മാക്സിമം നമുക്കൊന്ന് യൂസ് ഒന്ന് കുറച്ചും നമുക്ക് നമ്മുടേതായ പറ്റുന്ന രീതിയിൽ നമുക്ക് റീഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റീഫ് ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് ഓഷ്യൻ ഫുള്ള് തന്നെയാണ് ലൈവ് ആയിട്ടിരിക്കുന്നത്, ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്കും നമ്മുടെ കോറൽ റീഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പം മാൽദീവ്സിലേക്കൊക്കെ ടൂർ വരുന്ന സമയത്ത് ഒഴിച്ചു കൂടാൻ പറ്റത്തില്ലാത്തൊരു ആക്ടിവിറ്റി തന്നെയാണ് സ്നോർക്ലിങ്. അപ്പം ഈ ഡൈവിംഗ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്ന് ഡൈവിങ്ങിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പം സർജറി കഴിഞ്ഞ് ഇത്ര നാളുകൾക്കുള്ളിൽ ഇറങ്ങാൻ പറ്റൂല, ഹാർട്ട് പേഷ്യൻസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെയെല്ലാം സർട്ടിഫൈഡ് ആയി നമുക്ക് ഒരു ഡോക്ടറിന് ഒരു ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഡൈവിങ്ങിനൊക്കെ വിടത്തുള്ളൂ. അപ്പം അങ്ങനെ ഡൈവിങ്ങിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്നോർക്ലിങ് നല്ല സേഫ് ആയിട്ടുള്ള ഒരു വാട്ടർ ആക്ടിവിറ്റിയാണ്. നമുക്ക് അണ്ടർ വാട്ടർ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആക്ടിവിറ്റിയാണ് സ്നോർക്ലിങ്. അപ്പം ശരിക്കും നമ്മൾ സ്നോർക്ലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഐലൻഡ്സിലേക്കൊക്കെ പോകാം. നമുക്ക് പബ്ലിക് ഐലൻഡ്സിൽ പോകുമ്പോൾ അവിടെയും പോസിബിൾ ആണ് ഈ സ്നോർക്ലിംഗ് ഒക്കെ. ഓൺ അറൈവൽ വിസ എടുത്തിട്ട് നമുക്ക് പബ്ലിക് ഐലൻഡ്സിലൊക്കെ റൂംസ് ബുക്ക് ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ സ്നോർക്ലിംഗ് ഇറങ്ങുന്ന സമയത്ത് ഈ സ്നോർക്ലിംഗ് ഗിയർ ഉണ്ടായിരിക്കണം, അത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ വെള്ളം നല്ല ഉപ്പ് വെള്ളമാണ്. അപ്പോൾ ഈ ഉപ്പുവെള്ളമൊക്കെ നമ്മൾ കണ്ണിൽ അധികം നേരമൊക്കെ കോണ്ടാക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് കണ്ണിലൊക്കെ ചെറിയൊരു പുകച്ചിൽ, നീറ്റിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഐവെയർ വേണ്ടി വരും. പിന്നെ തന്നെയല്ല നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ അണ്ടർ വാട്ടർ കാഴ്ചയൊക്കെ കാണുന്ന ഒരു മൗത്ത് മാസ്ക്, ഒരു ഫേസ് മാസ്കും ബ്രീത്തിങ്, അതിൻ്റെ കൂടെയുള്ള ബ്രീത്തിങ് മൗത്ത് പീസും ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് സ്നോർക്ലിംഗ് ചെയ്യാനായിട്ട്. അപ്പം ഇത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് പോകാം. അത് വലിയ കാശ് റേറ്റ് ഒന്നും വരുന്നില്ല. ആമസോണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 800 തൊട്ട് 1500 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. ഇപ്പൊ കാണുന്നുണ്ട്, ഇതാണ് ഫേസ് മാസ്കും ഈ ഐവെയർ ഒക്കെ വരുന്ന ആ ഒരു സെറ്റ്. ഇത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ച് നമ്മുടെ കയ്യിലെടുത്ത് കൊണ്ടുപോകുന്നതാണ്. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ റിസോർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിസോർട്ടിൽ നിന്ന് തരും. പക്ഷെ റിസോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ചിലയിടത്തൊക്കെ വാങ്ങാറുണ്ട്. അപ്പം കയ്യിൽ പക്ഷെ ഇങ്ങനെ ഒരു സ്നോർക്ലിംഗ് ഗിയർ ഉണ്ടെങ്കിൽ
നല്ലതായിരിക്കും. പിന്നെ നമ്മൾ വരാനായിട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാലാവസ്ഥയുടെ ഒരു ഇതാണ്. നമ്മൾ റെയിനി സീസണിൽ മഴയൊക്കെ ഉള്ള ഒരു സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സീയൊക്കെ കുറച്ച് കലങ്ങിയിട്ടൊക്കെ ആയിരിക്കും. ഈ മണൽത്തരികളൊക്കെ ആയിട്ട് ഫുള്ളൊന്ന് കടലൊന്ന് ഡിസ്ട്രാക്ട് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പം വരുന്ന സമയത്ത് റെയിനി സീസൺ ഒന്ന് അവോയ്ഡ് ചെയ്ത് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കര സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ കുറേ കളർഫുള്ളായ മീനുകളെയും കുറേ കോറൽസും ഒക്കെ കണ്ടു. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ചാപ്റ്റർ അതിലുണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കംപ്ലീറ്റ് ഓക്കെയാണ്. നമുക്ക് കുറച്ചുകൂടെ കോറൽസ് ഉള്ള സൈഡിലേക്ക് പയ്യെ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പല പല തട്ടുകളുടെ ഇടയ്ക്കോട്ടൊക്കെ മീനുകൾ ഓടി കയറി പോകുന്നതും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയ ചെറിയ കുഞ്ഞി സ്റ്റാർ ഫിഷ് പോലത്തെ ഫിഷുകളൊക്കെ ഇങ്ങനെ കല്ലിലിങ്ങനെ പറ്റിയിരിക്കുന്നു. നമുക്ക് അവിടെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കല്ല് കയറി പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ജീവികളോ ഒക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ കടിയൊക്കെ കൊള്ളുമോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഒന്ന് പൊങ്ങിക്കിടന്ന് അത് ഒന്ന് എൻജോയ് ചെയ്ത് ഒരിടത്തും പിടിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്ത് ഫോറസ്റ്റിൽ പോയി ചവിട്ടാതിരിക്കുന്നതായിരിക്കും നല്ല. കാരണം ചവിട്ടി കഴിഞ്ഞാൽ കുത്തി കയറി ചിലത് നല്ല ഷാർപ്പാണ്. അതൊക്കെ കുത്തി കാലൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പം പിൻസ് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം വരുന്നില്ല. പിൻസിട്ട് വൺസ് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിൻസിട്ട് ഇറങ്ങാനേ തോന്നത്തുള്ളൂ. ഞാനിപ്പോൾ പിൻസ് ഇട്ടിട്ടില്ല. എനിക്ക് അതല്ലാതെ പോകുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ വശം തോന്നിയത്. അപ്പം അങ്ങനെ ഒത്തിരി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോർക്ലിങ്. അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം സ്നോർക്ലിങ് ചെയ്തു തോന്നുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇങ്ങനെ ആടി വലയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ കാമായിട്ടിരിക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉള്ളിലേക്കൊക്കെ കാണാനായിട്ട് വരും. യാത്ര നമ്മുടെ സ്നോർക്ലിംഗ് ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇനിയും നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട്